പ്രിയപ്പെട്ടവരെ, SIRന്റെ ഭാഗമായി BLO നൽകുന്ന എന്യൂമറേഷൻ ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. BLO ഒരാളുടെ 2 ഫോമാണ് നൽകുന്നത്. അതിൽ ഒന്നാമത്തെ ഫോം പൂരിപ്പിച്ച് BLOക്ക് കൈമാറണം. രണ്ടാമത്തെ ഫോമിൽ BLOയുടെ പക്കൽ നിന്നും ഒപ്പുവാങ്ങി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അത് നമ്മുടെ ഫോം നൽകിയതിന്റെ റെസിപ്റ്റ് ആയി കണക്കാക്കുന്നതാണ്. ആ ഫോറത്തിന്റെ മുകൾ വശം വലതുഭാഗത്ത് നമ്മുടെ ഫോട്ടോ കാണാവുന്നതാണ്. അതിന്റെ തൊട്ടടുത്ത് ഒരു ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്പേസ് കാണും. നമുക്ക് പുതിയ ഫോട്ടോ ലഭ്യമാണെങ്കിൽ ആ ഫോട്ടോ അവിടെ ഒട്ടിച്ചു നൽകാവുന്നതാണ്. ഒന്നാം ഭാഗം നമുക്ക് നോക്കാം. ഒന്നാം ഭാഗത്തിൽ പറയുന്ന കാര്യങ്ങൾ: ഒന്നാമതായി ജന്മതീയതി, ആധാർ നമ്പർ, 3 മൊബൈൽ നമ്പർ, 4 പിതാവിന്റെ പേര് അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര്, 5 പിതാവിന്റെ എപ്പിക് നമ്പർ എന്ന് വെച്ചാൽ വോട്ടർ ID കാർഡ് നമ്പർ, 6 മാതാവിന്റെ പേര്, 7 മാതാവിന്റെ ID കാർഡ് നമ്പർ, 8 പങ്കാളി ഉണ്ടെങ്കിൽ പങ്കാളിയുടെ പേര്, 9 പങ്കാളിയുടെ ID കാർഡ് നമ്പർ. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാം ഭാഗത്തിൽ നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഈ ഒന്നാം ഭാഗം എല്ലാവരും നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഭാഗമാണ്. ഇനി രണ്ടാം ഭാഗം നമുക്ക് നോക്കാം. രണ്ടാം ഭാഗം 2002 വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ളവരുടെ വിശദാംശങ്ങളാണ്. അപ്പൊ അതിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ: വോട്ടറുടെ പേര്, എപ്പിക് നമ്പർ, ബന്ധുവിന്റെ പേര്, ബന്ധം, ജില്ല, സംസ്ഥാനത്തിന്റെ പേര്, നിയമസഭാ മണ്ഡലത്തിന്റെ പേര്. പിന്നെ ഏറ്റവും താഴെയായി നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ, തൃക്കരിപ്പൂരാണെങ്കിൽ 005. പിന്നെ വരുന്നത് വോട്ടർ പട്ടികയുടെ ഭാഗം നമ്പർ, പിന്നെ നമ്മളെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് വരുന്നതിന്റെ ക്രമ നമ്പർ. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം ഭാഗത്തിൽ പൂരിപ്പിക്കേണ്ടത്. മൂന്നാമത്തെ കോളം ആരാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് വെച്ചാൽ 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുകളാണ് മൂന്നാമത്തെ കോളം പൂരിപ്പിക്കേണ്ടത്. അതിൽ ആദ്യം കാണുന്ന പേര് എന്ന സ്ഥലത്ത് നിങ്ങളുടെ ഒരു മാതാവിന്റെയോ പിതാവിന്റെയോ പേര് 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവരുടെ പേര് അവിടെ എഴുതുക. അവരുടെ വോട്ടർ ID നമ്പർ രണ്ടാമതായി എഴുതുക. പിന്നീട് മൂന്നാമത് ബന്ധുവിന്റെ പേര് എന്ന സ്ഥലത്ത് അന്നത്തെ വോട്ടർ പട്ടികയിൽ അവരുടെ ഒരു ബന്ധുവിന്റെ പേര് കാണിച്ചിട്ടുണ്ടാവും. ആ ബന്ധുവിന്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ അവരുമായിട്ടുള്ള ബന്ധം, അതാണ് നാലാമതായി എഴുതേണ്ടത്. അപ്പൊ ഈ ഡീറ്റെയിൽസ് 2002 വോട്ടർ പട്ടികയിൽ വളരെ കൃത്യമായിട്ട് അത് ഉണ്ടാവും. അപ്പൊ വോട്ടർ പട്ടിക CEO കേരള എന്ന് പറഞ്ഞ സൈറ്റിൽ നോക്കി പരിശോധിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് അത് എടുത്ത് അല്ലെങ്കിൽ BLOയുടെ സംശയം ചോദിച്ച് അത് പൂരിപ്പിക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ താഴെ ഒരു വോട്ടർ ആണെങ്കിൽ നേരിട്ട് വോട്ടർ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഒപ്പിടാവുന്നതാണ്. അല്ലെങ്കിൽ അടുത്ത മുതിർന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ആ ഫോമിൽ ഒപ്പിടിപ്പിച്ച് BLOക്ക് കൊടുക്കണം. BLOക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ കോപ്പി ഒപ്പിട്ട് വാങ്ങി നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോമുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. ഇത് വളരെ സിമ്പിളായി എല്ലാവർക്കും എളുപ്പത്തിൽ പൂരിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫോറമാണ്. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.